യോഗാധ്യക്ഷൻ ബഹുമാന്യനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു, അധ്യക്ഷൻ ശ്രീ വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി, പ്രിയങ്കരനായ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയ ഗോകുമാർ, ശ്രീ കെ പ്രശാന്ത് MLA, ശ്രീ അഡ്വക്കേറ്റ് ടി സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ MLA ശ്രീ ഡി സത്യം ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സ്നേഹിതരെ, 162ാമത് അയ്യങ്കാളി ആദരണീയനായ അയ്യങ്കാളിയുടെ ജയന്തി രാജ്യമൊട്ടാകെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ മലയാളികളും ആഘോഷിക്കുന്ന വേളയാണ്. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ, ഇന്ന് കാണുന്ന പുരോഗതിയിൽ ആ നിലയിലേക്ക് കേരളത്തെ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ തിളക്കമാർന്ന പങ്കാണ് അദ്ദേഹം നിർവഹിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് അതിനെ തുടർന്ന് വന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ പരിഷ്കാരങ്ങളിലേക്ക് കേരളത്തെ നയിച്ചത്. അതിൻ്റെ എല്ലാം ഫലമായി കേരളം സാമൂഹ്യ പുരോഗതിയിൽ നമുക്ക് രാജ്യത്ത് ഏറ്റവും ഒന്നാമതായി കാണാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. മഹാത്മാ അയ്യങ്കാളിയുടെ ആ സ്മരണ പുതുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ പുരോഗമനപരമായിട്ടുള്ള ആ പങ്കിനെ കൂടുതൽ വ്യാപകമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്ന് ഒരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വരുന്ന ദിവസങ്ങൾ തിരുവോണത്തിൻ്റെ ദിവസങ്ങളാണ്. നമ്മുടെ നാട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വേദിയായി നിലനിർത്തുവാൻ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണകൾ നമുക്ക് ഏറ്റവും പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായി എത്തിയിട്ടുള്ള മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാനായ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു, അധ്യക്ഷൻ ഇവിടെ പ്രസംഗത്തിൽ കടന്നുപോയ ശ്രീ വി ശിവൻകുട്ടി, അഡ്വക്കേറ്റ് GR അനിൽ മെൻസോ, ശ്രീ വി കെ പ്രശാന്ത്, സുരേഷ് അടക്കം ജി സത്യനടക്കം വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഡയറക്ടർ ശ്രീ ഡി ധർമ്മലശ്രീ IAS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, സഹോദരി സഹോദരന്മാരെ, പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപക്ഷെ ലോകത്താദ്യമായി വലിയ ഒരു പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത കരുത്തുറ്റ വിപ്ലവകാരിയായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മഹാത്മാ അയ്യങ്കാളി. അന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്ന ഉച്ചനീചത്വവും അനാചാരവും അസമത്വവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇതെല്ലാം അവസാനിപ്പിക്കാൻ ധീരമായി നേതൃത്വം കൊടുത്ത മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രജാസഭാ അംഗമെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും പ്രവൃത്തികളും എല്ലാം തന്നെ അത്തരം അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ള ഒന്നായിരുന്നു. ആ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന പരിഷ്കാരങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ
സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്ന അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടും ചിന്തയുമാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അറിവില്ലാതെ മനുഷ്യൻ്റെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അഴുക്കുകളെ മാറ്റിയെടുക്കാൻ അക്ഷരമാകുന്ന അഗ്നിയെ പ്രകാശപൂരിതമാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യനും വിദ്യാഭ്യാസം ചെയ്യാനും പൊതുനിരത്തിൽ സഞ്ചരിക്കാനും മനുഷ്യനായി ജീവിക്കാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം പ്രാവർത്തികമാക്കി ഈ കേരളത്തിലെ മാറ്റിമറിച്ച ഉഴുതുമറിച്ച മഹാനായ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മകൾ തീർച്ചയായും നമുക്കെല്ലാം ആവേശം പകരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്ത ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ OR കേളു അവർകൾ, വേദിയിലുള്ള സഹോദരൻ ചിറ്റയം ഗോപകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി D ധർമ്മശ്രീ IAS, മുൻ MLA ശ്രീ സത്യൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായിട്ടുള്ള സുഹൃത്തുക്കളെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വലിയ നേതൃത്വം കൊടുത്ത മഹാത്മാവാണ് അയ്യങ്കാളി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതേ പാതയിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറെ സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത. ഈ ഓണക്കാലത്ത് പട്ടികവർഗ വിഭാഗത്തിലെ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 1000 രൂപ ഉത്സവത്തെയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ആ പ്രതിബദ്ധത തെളിയിക്കുകയാണ്. ഈ വിഭാഗത്തിൽ നിന്നും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ പുറത്തു വരുന്നത് അയ്യങ്കാളി കണ്ട സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായി മാറുകയാണ്. ആ മുന്നേറ്റം ഇനിയും ഏറ്റെടുത്ത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അനുസ്മരണ ദിനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ മന്ത്രി ശ്രീ OR കേളു അവർ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി ആഘോഷത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ സ്നേഹാദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. മഹാത്മാവ് ഈ നാടിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി നടത്തിയ പോരാട്ടം എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായി അറിയാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പാർശ്വവൽക്കൃത ജനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നും അതുവഴി നടന്ന പോരാട്ടത്തിൽ ഞങ്ങളുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കണമെന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കളോടൊപ്പം ഇരുന്ന് പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടാകണം എന്നാണ് അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം. ആ അതിജീവനത്തിൻ്റെ പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ നാൾ വഴിയിൽ ഒരു ഘട്ടത്തിൽ കാർഷിക വൃത്തി തന്നെ ഉപേക്ഷിച്ച് മത്സ്യബന്ധനത്തിന് തൻ്റെ ജനത്തെ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഈ രൂപത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം കേരളത്തിൽ ഉടലെടുത്തത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ മക്കളുടെ പഠന അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഏകദേശം ഇന്ന് നമ്മുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സാർത്ഥകമാകുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മഹാത്മാവിൻ്റെ 162ാമത് വാർഷികം ആഘോഷിക്കുന്ന ജയന്തി വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ കൂടുതൽ കരുത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യും. ആശംസകൾ. പ്രിയങ്കരനായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി പതിവിന് വ്യത്യസ്തമായി ഇന്ന് ഇവിടെ കനകക്കുന്നിന് മുന്നിൽ നിന്നും കുട്ടികളുടെയും സാംസ്കാരിക സാമൂഹിക ജീവിതങ്ങളിലെ പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ ഘോഷയാത്രയായിട്ടാണ് വന്ന് നമ്മൾ ഈ 162ാമത് ജയന്തി ആഘോഷം ആചരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്നത് സാധ്യതപ്രായമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടം, വിദ്യാഭ്യാസം, തൊഴിൽ, അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ കാലത്തിനനുസരണമായി കാര്യങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ അനുസ്മരണ ദിനം ഏറെ നമുക്കെല്ലാം ആവേശം തരുന്ന കാഴ്ചയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി വണ്ടിത്തറ മധുരെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രി ശ്രീ OR കേളു,
അതോടൊപ്പം തന്നെ ഈ വേദിയിലിരിക്കുന്ന MLA പ്രശാന്ത്, മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയമുള്ളവരെ, മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജയന്തി കേരളമാകെ എല്ലാ സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ ഒരുപക്ഷെ ഈ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കീഴിൽ അത് ഏറ്റവും ശക്തമായി തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ഒരുപക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി ജനവിഭാഗങ്ങളെ ഏകദേശം 800ഓളം വിദ്യാർത്ഥികളെ വിദേശ സർവകലാശാലകളിൽ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ, ഒരുപക്ഷെ രാജ്യത്തിന് മാതൃക മറ്റൊന്നുമല്ല. ഈ വിദ്യാഭ്യാസ മേഖലയിൽ മഹത്തായ സംഭാവനയാണ് ആ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലൂടെ ഈ ജനങ്ങളുടെ പുരോഗതി കൈവരിക്കാൻ കഴിയൂ. പാഠമില്ലെങ്കിൽ പാടത്തേക്ക് ഇല്ല എന്ന മുദ്രാവാക്യം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ആ മഹാന്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാം ജീവിക്കുന്ന ഇന്നത്തെ കേരളത്തെ ഇങ്ങനെ ആക്കിയെടുത്തത് ഒരുപാട് പേരുടെ പോരാട്ടങ്ങളുണ്ട്, മഹത്തായ സമരങ്ങളുണ്ട്, എണ്ണമറ്റ ത്യാഗങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ ഓർമ്മകളുമായിട്ടാണ് മഹാനായ അയ്യങ്കാളിയുടെ ഈ ഓർമ്മനാളിൽ നാം അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവർപ്പിക്കാൻ വേണ്ടി കൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം കാതിൽ ഇപ്പോഴും ആ മണിമുഴക്കം കേൾക്കുന്നുണ്ട്. ജാതികൾ താണവർക്ക് നടക്കാൻ പോലും അനുമതിയില്ലാത്ത വഴികളിലൂടെ പോരാളിയായ ഒരു വലിയ മനുഷ്യൻ കാളവണ്ടിയിൽ, മണിഞ്ഞെടുക്കുന്ന കാളവണ്ടിയിൽ സഞ്ചരിച്ചത് ഒരു വലിയ യാത്രയാണ്. ആ യാത്ര ക്ഷേത്രത്തെ പട്ടിക്കുറിക്കാൻ വേണ്ടിയുള്ള ഒരു മഹാസമരത്തിൻ്റെ കാലവയ്പായിരുന്നു. നാം മറക്കുന്നില്ല, പഞ്ചമികളുടെ കൈപിടിച്ചുകൊണ്ട് പള്ളിക്കുളത്തിലേക്ക് പോയ ധീരനായ ആ മനുഷ്യൻ്റെ ചങ്കൂറ്റവും അദ്ദേഹത്തിൻ്റെ ഇതിഹാസത്തിൻ്റെയുമായിട്ടുള്ള പോരാട്ട വീര്യവും ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കാൻ അനുമതിയില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുവാൻ അന്ന് കാണിച്ച ആ ധീരതയ്ക്ക് നമുക്കിന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അന്ന് അതിൻ്റെ അർത്ഥം വളരെ വലുതായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ സമരപാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളും ഇവിടെ ഉണ്ടായതിൻ്റെ കാര്യം നാം ഒക്കുന്നുണ്ട്. അത് കേരളത്തിലെ എല്ലാ പുരോഗമനവാദികളും എപ്പോഴും ഓർക്കുന്നുണ്ട്. സാമൂഹിക നവോത്ഥാനത്തിൻ്റെ പാതയിൽ ആദ്യപതികരായ അയ്യങ്കാളിയെ പോലെയുള്ള വലിയ മനുഷ്യരെ അവരെല്ലാം പങ്കുവെച്ച വഴിയാണ് പരിവർത്തന പാതയെന്നും നാം തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് തീർച്ചയായിട്ടും മറക്കാൻ കഴിയാത്ത ഇതിഹാസതുല്യമായിട്ടുള്ള ഒരു പോരാട്ട മൂല്യങ്ങളാണ് അയ്യങ്കാളിയുടെ സ്മരണ ബാക്കി വയ്ക്കുന്നത്. ആ സ്മരണയ്ക്ക് മുമ്പിൽ നാം തലകുനിക്കുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് പറയുകയാണ്, നമ്മുടെ ഭാവിയിലേക്കുള്ള യാത്രയിൽ നാം തീർച്ചയായിട്ടും ഈ വലിയ ത്യാഗപൂർണമായ സമരബോധങ്ങളെ മറന്നു പോകാതെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമെന്ന്. വീണ്ടും സമൂഹത്തെ പുറകോട്ട് നടത്താൻ ശ്രമങ്ങളുണ്ടാകുന്നുണ്ട്. അത് മഞ്ഞത്തെ തിരിച്ചു പിടിക്കാനുള്ള ആഹ്വാനമുണ്ടാകുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ നാടിൻ്റെ ഭരണഘടനയെ തന്നെ മാറ്റിക്കൊള്ളാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കാക്കം കൂടുന്നുണ്ട്. നാം ഇതൊന്നും കാണാതിരിക്കുന്നില്ല. ജനങ്ങൾ ചോരയും നീരും കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളെ കുഴിച്ചുകൂടി കിട്ടി. ആ സ്ഥാനത്ത് ബ്രാഹ്മണ്യത്തിൻ്റെ, ചാതുർവർണ്ണത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ മൂല്യങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമങ്ങളുണ്ടാകുമ്പോൾ ഈ വർത്തമാനകാലത്ത് നമ്മളെല്ലാവരും ചേർന്ന് പറയുന്നു, നാം തലകുലിക്കില്ല. അവർക്ക് നാം വഴി വീണ്ടും തുറന്നു കൊടുക്കില്ല.
വഴികൾ ഈ വഴിയാണ്. ജനങ്ങൾ പോരാട്ടങ്ങളിലൂടെ എത്തിപ്പിടിച്ച വഴി. ആ വഴി കൊട്ടിയടയ്ക്കാനും വീണ്ടും പ്രാകൃതമായിട്ടുള്ള ജാതി വ്യവസ്ഥയെ തിരിച്ചറിയിക്കാനും വഴിയുള്ള നീക്കങ്ങൾ ആർന്നമർത്തിയാലും വളരെയെല്ലാം ആക്കുന്നു അവരുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടിയാലും ജനങ്ങൾ പറയുന്നു നമുക്ക് അത് ആരോപിക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് ജാതിയാണ് ഏറ്റവും വലിയ ശാപവും പാപം എന്നെല്ലാം പറയുന്ന കാട്ടേക്ക് നാട്ടിൽ ആ പാപമായ ശാപമായ പ്രാകൃതമായ ജാതി വ്യവസ്ഥയെ വീണ്ടും തിരികെ എത്തിക്കാൻ, അതിൻ്റെ ഭ്രാന്തനെ തിരികെ വിളിക്കാൻ, അതിനെല്ലാം കിരീടം ചാർത്തിക്കാൻ നീക്കമുണ്ടാകുമ്പോൾ നാം പറയുന്നു അയ്യങ്കാളി സ്മരണ, ശ്രീനാരായണ സ്മരണ, പ്രജീരപ്പച്ചന സ്മരണ, അതുപോലെ വലിയ വലിയ സാമൂഹിക നവോത്ഥാന നായകരുടെ സ്മരണ ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നാം കേരളത്തെ, ഇന്ത്യയെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാറ്റത്തിൻ്റെ പദവിയിൽ ചേർത്ത് നിർത്താനായുള്ള ശ്രമത്തിൽ മുന്നോട്ട് കൊണ്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നാം സ്മരണ കൊടുക്കുന്നത്. ഈ നാളിൽ നിങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ആദരവോടുകൂടി മഹാനായ അയ്യങ്കാളിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ തലകുലിക്കുന്നു. സ്വാതന്ത്ര്യം. നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി രാജൻ അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വ്യക്തമായി ഒന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതേ ദിവസം പല വർഷങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളായിട്ട് വരാൻ കഴിഞ്ഞു. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ ഈ പുതിയ തലമുറ അയ്യങ്കാളിയുടെ തലപ്പാവിൻ്റെ തിളക്കം കേരളമാകെ വീഴ്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഇതേ ദിവസം ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ മാറ്റം കേരളത്തിനും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനും ഒക്കെ ഉണ്ടാകും എന്ന് നമ്മൾ ആശിക്കുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചടങ്ങ് കൂടി ശേഷിക്കുന്നുണ്ട്. ഈ ജയന്തിയോടനുബന്ധിച്ച് ഉപന്യാസ മത്സരവും അതോടൊപ്പം തന്നെ ക്വിസ് മത്സരങ്ങളും നടന്നിരുന്നു. വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള MRSകളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തിരുന്നു. അതിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ സ്ഥാപനങ്ങളെ ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വകുപ്പ് മന്ത്രി ശ്രീ OR അവരെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ചേലക്കരയിൽ നിന്നുള്ള MRSലെ കുട്ടികളായിരുന്നു. ചേലക്കര MRSനെ പ്രതിനിധീകരിച്ചെത്തിയവർ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേലക്കര MRS കഴിഞ്ഞാൽ 2ാം സ്ഥാനം നേടിയിട്ടുള്ളത് 3 പേരാണ്. വെള്ളച്ചാൽ MRS കാസർഗോഡ്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്ന് തൃത്താല MRS, അതുപോലെ തന്നെ ആലപ്പുഴ പുന്നപ്പുറയുള്ള MRS. ഈ സ്ഥാപനങ്ങളിലെയും പ്രതിനിധിച്ചുള്ളവരെ ഈ കുട്ടികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഇടുക്കിയിൽ നിന്നുള്ള പീരുമേട് MRS ആണ്. ഈ കുട്ടികളും വേദിയിലേക്ക് കടന്നു വരുന്നത് കൂടി അഭ്യർത്ഥിക്കുകയാണ്. അയ്യങ്കാളിയുടെ സ്മരണ പുതുക്കുന്നതിൻ്റെ ഭാഗമായി നവോത്ഥാന വഴികളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആശയപ്രചരണമാണ് ഇതിലൂടെ നമുക്ക് ലക്ഷ്യം വെച്ചത്. വളരെ സുന്ദരമായ മത്സരമായിരുന്നു നടന്നത്. എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ വകുപ്പിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. 1ാം സമ്മാനം 5000 രൂപയും ഫലകവുമാണ് നൽകുന്നത്. 2ാം സമ്മാനം 3000 രൂപയും ഫലകവുമാണ്. അതിൽ വെള്ളച്ചാൽ MRS കാസർഗോഡ്, അതുപോലെ തന്നെ തൃത്താലയിലുള്ള പാലക്കാട്, ഉപന്യാസ മത്സരത്തിൽ വിജയികളായിട്ടുള്ളവർ
ഉപന്യാസ മത്സരം